ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്, കുറച്ച് ഡേ മൈ ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ്. എന്തിൻ്റെ വിശേഷം? രാവിലെ നിങ്ങളെല്ലാം ചായ എല്ലാം കുടിച്ചിട്ടോ, ചായ ബിസ്ക്കറ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞു. ഹൗസിൽ നിന്ന് സ്കൂളുണ്ട് കേട്ടോ. കുറച്ച് ഡേയ്സ് ഇങ്ങനെ ലീവായിരുന്നു, 4-5 ദിവസം ലീവായിരുന്നു. ഓണം എല്ലാം കഴിഞ്ഞ് ലീവെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു 5 ദിവസം ലീവ് കിട്ടി. TTCയുടെ എക്സാം ആയതുകൊണ്ട് ലീവ് കിട്ടി കേട്ടോ. അപ്പോൾ അച്ഛൻ ഇന്നലെ വരുമ്പോൾ മുളക് മേടിച്ചോണ്ട് വന്നു കേട്ടോ, വെള്ള മുളക് മേടിച്ചോണ്ട് വന്നു. അപ്പോൾ ഇത് നിങ്ങൾ ഉപ്പിലിടാൻ പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങ് കഴുകി വെച്ചേക്കുക, കഴുകി വെള്ളത്തിലിട്ടേക്കുക കഴുകാൻ വേണ്ടിയിട്ട്. ഇവിടെ ഈ മുളക് ഒത്തിരി ഇഷ്ടമാണ്. ഇങ്ങ് വറുക്കുന്നതിനേക്കാളും ഉപ്പും പിന്നെ അതിൽ കുറച്ച് മോരൊക്കെ ഒഴിക്കും കേട്ടോ. ഇതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വെച്ചേക്കുന്നത്. പിന്നെ കറിവേപ്പിലയൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം അമ്മ കഴുകിയിട്ട് ഇങ്ങ് മുറിക്കുക. അപ്പോൾ അതെല്ലാം അങ്ങ് കഴുകി മുറിച്ച് തന്നു, ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു. നെക്സ്റ്റ് പരിപാടി വന്നിട്ട് അമ്മ ഇതെല്ലാം ഇങ്ങ് കത്തി കൊണ്ട് കീറി വിടുക കുഞ്ഞു കുഞ്ഞതായിട്ട്, ഉപ്പ് പിടിക്കാൻ വേണ്ടി. ഉപ്പും പിന്നെ കുറച്ച് മോരൊക്കെ ഇങ്ങ് ഒഴിക്കും. ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാൻ. മസ്റ്റായിട്ട് മുളക് വേണം, വീട്ടിലെല്ലാവർക്കും മുളക് വേണം. വാവൂസ് പോലും ഇങ്ങ് കുഞ്ഞു കുഞ്ഞു മുളക് കഴിക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇടാൻ പോവാണ് കേട്ടോ. ഉപ്പെല്ലാം ഇടാൻ പോകണ്ട, ഒത്തിരി ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് അങ്ങ് പിടിച്ചാൽ തന്നെ പുളി. അതിൽ കുറച്ച് ഇങ്ങ് മോര് ഒഴിച്ചാലല്ല എൻ്റെ പൊന്നേ, ഇങ്ങ് വെള്ളച്ചോറൊക്കെ എങ്ങനെ കഴിച്ച് പെട്ടെന്ന് ഒരു കിണ്ണം ചോറൊക്കെ കഴിക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ തീരുന്നുണ്ടോ, അത്രയും ടേസ്റ്റാണ്. എനിക്ക് കുഞ്ഞുമുളക് ഒത്തിരി ഇഷ്ടം. എനിക്ക് തൈര് ഇരിക്കുന്ന ഇതിൽ കുറച്ച് പുളിയൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡ് വന്ന് ഉപ്മാവാണ് കേട്ടോ. ഇന്ന് കുറച്ച് ഡേയ്സായിട്ട് ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്നില്ല, റവ ഉപ്മാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ റവ എല്ലാം ഇങ്ങ് വറുത്ത് വെച്ചു. അതിന് പിന്നെ കടകെണ്ണയെല്ലാം ഒഴിച്ച് കടകെല്ലാം പൊട്ടിച്ച് സവോള ഇട്ടു കേട്ടോ. കുഞ്ഞുള്ളി ഇട്ടില്ല, വേഗം ടൈമായി. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ വലിയ ഉള്ളി ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വലിയ ഉള്ളിയെല്ലാം ഇങ്ങ് മുറിച്ച് തന്നു, വലിയ സവോളയെല്ലാം മുറിച്ച് തന്നു. കുറച്ച് പച്ചമുളക്, കറിവേപ്പില അങ്ങനെ എല്ലാം ഇട്ട് ഉപ്മാവ് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കി വെള്ളമൊക്കെ ഒഴിച്ചു. വെള്ളം കുറച്ച് കൂടിപ്പോയോ എന്ന് ഡൗട്ട്. ഇന്നത്തെ എൻ്റെ ഉപ്മാവ് കുറച്ച് വെള്ളം പോലെ ആവുമെന്നാണ് തോന്നുന്നത്. കുറച്ച് റവയുള്ളൂ, ഒരു പാക്കറ്റ് മേടിച്ചു, അരക്കെല്ലാം മേടിച്ചുകൊണ്ട് വന്നു. അതിൽ കുറച്ചേ ഇട്ടു കേട്ടോ. ഫുള്ളായി വെച്ചാൽ ബാലൻസ് ആവും, പിന്നെ ആരും കഴിക്കത്തില്ല. ഞാനും അമ്മയും വാവസും മാത്രമേ കഴിക്കത്തുള്ളൂ. പിന്നെ അച്ഛൻ ഇന്നലെ ഉണ്ടാക്കിയ ചോറുണ്ട്, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ള ചോറുണ്ട്. പിന്നെ അതെല്ലാം മോരിലിട്ട മുളകുണ്ട്, ഇന്നിട്ടതല്ല കേട്ടോ, നേരത്തെ ഇട്ട മുളകുണ്ട്. അപ്പോൾ അച്ഛൻ അത് കൂട്ടി ഇങ്ങനെ കഴിച്ചുകൊണ്ട് പോവും. അപ്പോൾ അങ്ങൾക്ക് മാത്രമാണ് ഈ സേമിയ, അല്ല സോറി റവ ഉപ്മാവ്. എൻ്റെ പൊന്നി, ഞാൻ താഴെയെല്ലാം ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. അമ്മ കണ്ട എന്നെ വഴക്കങ്ങ് പറയും. വെള്ളം കുറച്ച് കൂടി പോയിട്ട് ഒഴിച്ചതാണ്, കുറവാന്ന് വെച്ച് ഒഴിച്ചതാണ്, കുറച്ച് കൂടിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. വാവൂസിന് അമ്മയെ ഫുഡെല്ലാം വാരിക്കൊടുത്തിട്ടോ. ഫുഡെല്ലാം വാരിക്കൊടുത്ത് ഞാൻ കഴിച്ചില്ല, അമ്മയ്ക്ക് ഇങ്ങ് കഴിക്കാൻ കൊടുത്ത് ഞാനും വാവൂസും കൂടി സ്കൂളിലേക്ക് പോവാം. വാവൂസ് ഇങ്ങ് ഫസ്റ്റ് നടക്കുക, വാവൂസിൻ്റെ ബാഗെല്ലാം ഇട്ട് ഞാനിങ്ങ് നടക്കുക കേട്ടോ. അങ്ങനെ 2 ഭാഗവും ഇങ്ങനെ നല്ല ചെടിയൊക്കെ ഇങ്ങനെ നിന്നായിരുന്നു. അപ്പം അതെല്ലാം അങ്ങ് വെട്ടി മാറ്റുന്നുണ്ട്. ഇപ്പം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ പന്നികളൊക്കെ ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് ചെയ്ത് പോവാറുണ്ട്. അപ്പോൾ നമ്മുടെ വാവൂസിങ് സമയമായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോവുക. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്യാമറയിലൊന്നും വാവൂസിങ് നോക്കുന്നേ ഇല്ല. വാവൂസിങ് സമയമായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഓടി നടക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കലത്തെ സ്പെഷ്യൽ വന്നിട്ട് ഇന്ന് വരെ മേടിക്കാത്തൊരു സംഭവമാണ് മുട്ടക്കോസ്. ഇതിൻ്റെ വേറെ കളറ് മേടിച്ചിട്ടുണ്ട്, വെള്ള കളറ് മേടിച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ കളറ് മേടിച്ചില്ല. അച്ഛൻ ഇന്നലെ വരുമ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാണ്. എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ആ മുട്ടക്കോസ് പോലെ ഇത് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് അറിയത്തില്ല. എന്നാലും കറി വെക്കാൻ നിങ്ങൾ പ്ലാൻ വെച്ചു. ഉപ്പേരിയെല്ലാം ഉണ്ടാക്കുന്നത്, കറിയാണ് വെക്കാൻ പോകുന്നത്, പരിപ്പിട്ടിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പരിപ്പെല്ലാം ഇങ്ങ് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലാകുമ്പോൾ ഇങ്ങനെ 3 വിസിൽ വന്നാൽ നമ്മുടെ പരിപ്പൊക്കെ ഇങ്ങനെ തൈര് പോലെ ആയിക്കോളും. നമ്മൾ അടുപ്പിലാകുമ്പോൾ ഒത്തിരി സമയം ഇങ്ങനെ വയ്ക്കും. മണ്ണിച്ചട്ടിയിൽ വയ്ക്കുമ്പോൾ വേഗം, പക്ഷെ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്, പരിപ്പ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ കുക്കറിൽ പരിപ്പ് വയ്ക്കാൻ വെച്ചു. അതിന് പിന്നെ നമ്മൾ അരി ഇടാൻ പോകണം, ഉച്ചക്കലത്തേക്കുള്ള ചോറ് ഉണ്ടാക്കാൻ പോവുക. അപ്പോൾ ഞാൻ പച്ചവെള്ളത്തിൽ 2 ട്രിപ്പ് കഴുകിയായിരുന്നു. പിന്നെ അതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി, എന്നും ചൂടുവെള്ളത്തിൽ കഴുകാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും കഴുകി. നല്ല തിളച്ച വെള്ളമല്ലേ. അപ്പോൾ എന്തായാലും റേഷൻ കടയിൽ നിന്ന് റേഷൻ കടയിൽ നിന്ന് മേടിച്ച അരിയല്ല, റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പോലത്തെ അരി അച്ഛൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാൽ ഇവിടെ എല്ലാവർക്കും അരി ഇഷ്ടം. അപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം ഇങ്ങനെ വെന്ത് കഴിഞ്ഞു. 3-4 വിസിലിട്ടായിരുന്നു. അപ്പോൾ പരിപ്പെല്ലാം ഇങ്ങനെ വെന്തായിരുന്നു. ഇനി അതിൽ ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ വാരിയിടണം. നമ്മുടെ മുറ്റത്ത് മാവേലിയൊക്കെ വയ്ക്കുന്ന സമയത്ത് വാടാമല്ലി പോലുണ്ട് കാണുമ്പോൾ, അതിൻ്റെ ലുക്കാണ് ഉള്ളത്. മുട്ടക്കോസ് വയലറ്റ് കളർ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഏകദേശം സവോളയൊക്കെ ഇങ്ങ് കുഞ്ഞുതായി മുറിച്ചാൽ അതുപോലെ ഉണ്ട് കേട്ടോ. കളറെല്ലാം കണ്ടാൽ, പക്ഷെ വയലറ്റ് കളറ് മറ്റേ വാടാമല്ലി പൂവിൻ്റെ അതുപോലെ ഉണ്ട് പെട്ടെന്ന് ഇങ്ങ് കാണുമ്പോൾ. എങ്ങനെയുണ്ടാവുമെന്ന് അറിയത്തില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങ് കുക്കറിൽ വെച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ വെച്ചായിരുന്നു. വേറെ മറ്റേ അടുപ്പിൽ ഇങ്ങ് വേവിക്കാൻ വെച്ചായിരുന്നു. പിന്നെ ഇതിന് തേങ്ങയെല്ലാം ചൂടാക്കാമെന്ന് വെച്ചു.
തേങ്ങ, അതിൻ്റെ ഒപ്പം കുറച്ച് കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്, ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് വെന്തയെല്ലാം ഇട്ടിട്ടുണ്ട് തേങ്ങയുടെ ഒപ്പം ചൂടാക്കാൻ. പിന്നെ വെന്തയും മറ്റേ ജീരകം ചുവന്നുള്ളിയെല്ലാം ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ തേങ്ങ കരച്ച് ഇതിനൊപ്പം ഇങ്ങനെ ചേർത്തും ഏകദേശം ഇവിടെ എല്ലാ കറി വയ്ക്കുമ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറ്. ഉള്ളിയും ഇതെല്ലാം ചേർത്താറ് നല്ല കുറച്ച് ബ്രൗൺ നിറാവുന്നത്രയും ചൂടാക്കി എടുക്കണം. അപ്പോൾ കറി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ നാളത്തേക്ക് ഉണ്ടെങ്കിൽ കേടൊന്നും വരത്തില്ല, പിന്നെ ടേസ്റ്റും ഉണ്ടാകും. പച്ച തേങ്ങ അരക്കുന്നേക്കാളും ചൂടാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഒപ്പം കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല മണം ഉണ്ടാകും. നമ്മൾ ഉള്ളിലേക്ക് ഇടുമ്പോൾ തന്നെ കുറച്ച് മണം, അതിൻ്റെ ഒപ്പം കുറച്ച് സാമ്പാർ പൊടി അമ്മ ഇടാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ സാമ്പാർ പൊടി ഇടുന്നുണ്ട്, മുളക് പൊടി ഇടുന്നുണ്ട്. ഇവിടെ മുളക് പൊടി കുറച്ച് കൂടുതൽ വേണം, ഇവിടെ എല്ലാവർക്കും എരിവ് കുറച്ച് കൂടുതൽ വേണം, വാവസ് പോലെ എരിവ് വേണം. എരിവ് കുറഞ്ഞ ഫുഡ് എന്താ എരിവില്ല നിങ്ങൾ ചുമ്മാ പരാതി പറയാം. അതുകൊണ്ട് ഇവിടെ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും കുറച്ച് കൂടുതൽ എരിവ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. എണ്ണ കുറവുപോലെ ഉണ്ട്, അപ്പോൾ വീണ്ടും കുറച്ചും കൂടി വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുക്കിങ്ങിനെല്ലാം കൂടുതൽ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്, ഓയിലൊന്നും ഇപ്പോൾ അധികം മേടിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തേങ്ങയെല്ലാം ചൂടാക്കി വെച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് പരിപാടി എന്നിട്ട് പീച്ചിങ്ങ ഉപ്പേരി ഉണ്ടാക്കാൻ പോവുക. അമ്മയാണ് ഇതെല്ലാം കട്ട് ചെയ്ത് തരുന്നത്. അമ്മയ്ക്കൊന്ന് വെയ്യാന്ന് പറഞ്ഞ് അമ്മയ്ക്ക് എടുക്കാൻ പോയി. അമ്മ കിടക്കുക, അമ്മ ഈ മുട്ടക്കോസെല്ലാം കട്ട് ചെയ്ത് തന്നായിരുന്നു, അതിന് പിന്നെ അമ്മ കിടക്കുക. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പരിപാടി ഒന്ന് തേങ്ങ അരയ്ക്കാൻ പോകും. കറണ്ട് എപ്പോഴൊക്കെ പോകുന്നു പറയാൻ പറ്റത്തില്ല. ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് കറണ്ട് പോകും. ഒരു വലിയ കാറ്റോ കുഞ്ഞ് കാറ്റോ അടിച്ചാൽ മതി, ഇങ്ങ് കറണ്ട് പോകും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ദിവസം തന്നെ 4-5 ട്രിപ്പ് കറണ്ട് പോകും. അപ്പോൾ ആദ്യം അമ്മ ഇവിടെ മിക്കവാറും കറിയൊക്കെ വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഇങ്ങ് തേങ്ങ അരച്ച് വയ്ക്കും, എന്നിട്ട് പിന്നെ മറ്റു ജോലിയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ വെന്തോ നോക്കിയപ്പോൾ നമ്മുടെ മുട്ടക്കോസെല്ലാം വെന്തായിരുന്നു. അതിനൊപ്പം തന്നെ ഞാൻ തേങ്ങ അരച്ചതല്ലേ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ പുളിയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ വേറെ കറിയൊക്കെ വയ്ക്കുമ്പോഴാണ് പുളി ഒഴിക്കുന്നത്, ഇതിൽ തക്കാളിയൊന്നും വേണ്ട. തക്കാളി അതുപോലെ പുളീൻ്റെ ആവശ്യമൊന്നുമില്ല, പുളിപ്പ് കുറഞ്ഞ് കൂട്ടാനാണ്. അപ്പോൾ നെക്സ്റ്റ് പരിപാടി വന്നിട്ട് ഞാൻ പീച്ചിങ്ങെല്ലാം ഇങ്ങ് മുറിച്ചായിരുന്നു, തൊലിയെല്ലാം കട്ട് ചെയ്ത് മുറിച്ചായിരുന്നു. ഇന്നത്തെ പീച്ചിങ്ങെല്ലാം നേരെയാക്കിയത് ഞാനാണ്, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട്. ഇല്ലെങ്കിൽ അമ്മയാണ് എനിക്ക് ചെയ്തു തരാറ്. അമ്മ കുറച്ചങ്ങ് ജോലി ചെയ്തിട്ട് അമ്മ കിടന്നു, അമ്മയ്ക്ക് വയ്യാന്ന് വെച്ച് അമ്മ കിടന്നായിരുന്നു. നെക്സ്റ്റ് കടുക് പൊട്ടിക്കുക കേട്ടോ. നമ്മുടെ മുട്ടക്കോസ് കറിയൊക്കെ ഏകദേശം അല്ല ഫുള്ളായി റെഡിയായി കഴിഞ്ഞു. നെക്സ്റ്റ് കടുക് പൊട്ടിക്കുക, എണ്ണയെല്ലാം ഒഴിച്ച് എണ്ണപ്പം കുറച്ച് കടുക് കുറച്ച് ജീരകം കൂടി ഇട്ടു. ഇവിടെ ഏകദേശം കടുക് പൊട്ടി കഴിഞ്ഞപ്പം കുറച്ച് ജീരകം ചേർത്താറുണ്ട്. അപ്പോൾ അങ്ങനെ ജീരകം ഇട്ടു, പിന്നെ വറമുളക്, അതിൻ്റെ ഒപ്പം തന്നെ കറിവേപ്പിലെല്ലാം ചേർത്ത് ഇങ്ങ് കടുക് പൊട്ടിച്ച് കഴിഞ്ഞു. ഞാൻ കുറച്ച് ലോങ് നിൽക്കോട്ടെ, എൻ്റെ കയ്യിലൊക്കെ ഇങ്ങ് കടുക് പൊട്ടിക്കുമ്പോൾ മിക്കവാറും തട്ടാറുണ്ട്. അപ്പോൾ അത് ഞാൻ കടുകിട്ട് കുറച്ച് ഇങ്ങ് ദൂരെ നിൽക്കുക, എന്നിട്ട് കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം അടുത്ത് വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് ഞാൻ പീച്ചിങ്ങ ഉപ്പേരി വെക്കാൻ പോകും. അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചുള്ളൂ. ഇതിൽ വെള്ളം ഇച്ചിരി ഒഴിച്ചാൽ പോലെ വെള്ളം കൂടി വരും. ഈ പീച്ചിങ്ങ വേഗം തോറും വെള്ളം അങ്ങ് കൂടിക്കൂടി വരുന്ന സംഭവം. അപ്പോൾ അതുകൊണ്ട് വെള്ളം എത്ര ഇച്ചിരി ഒഴിച്ചാൽ പോലും കൂടി വരും. അപ്പോൾ അങ്ങനെ നമ്മൾ കടുകെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. നമ്മുടെ മുട്ടക്കോസിൽ ഞാൻ കടുക് പൊട്ടിച്ച് കഴിക്കാൻ പോവാം. നല്ല ചൂട്, ഇങ്ങനെ ചീഞ്ചട്ടിയിൽ ചൂട് ഇങ്ങനെ കയ്യിലേക്ക് ആവി വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഞാൻ ഒഴിച്ചു, ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ കറി ബ്രൗൺ അല്ല വയലറ്റ് നിറത്തിലാണ്. ഇത്രയും നാളെ ഈ കറി വെച്ചില്ല, ഇന്ന് വെറൈറ്റി ആയ കറി, എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, കുഴപ്പമില്ല തോന്നുന്നു. കിച്ചങ്ങ് ടേസ്റ്റ് ഉണ്ട്, ഉപ്പെല്ലാം സെറ്റാണ്. അപ്പം നെക്സ്റ്റ് വന്നിട്ട് ഞാൻ പീച്ചിങ്ങി കടുക് പൊട്ടിക്കുക. ഇവിടെ കുറേ ഉള്ളി, ഇത് കുഞ്ഞുള്ളിയായിട്ട് എടുത്തിരിക്കുന്നത്, കുഞ്ഞുള്ളി, പച്ചമുളക്, പിന്നെ കറിവേപ്പില, പഴുത്തമുളക് വേസ്റ്റാക്കി കളയല്ലേന്ന് വെച്ചിട്ട് പിന്നെ പച്ചമുളക് എടുക്കുക. അത് പഴുത്തമുളക് എടുത്തേ. ഇനി ഇതിൻ്റെ ഒപ്പം മുളക് പൊടിയും ചേർക്കണം. മുളക് പൊടി ഇല്ലാതെ ഉപ്പേരി ടേസ്റ്റ് ഉണ്ടാവത്തില്ല, എന്നാലും പച്ചമുളക് ഇടും, അതിൻ്റെ ഒപ്പം മുളക് പൊടി ഇടും. ഇനി ഇതൊന്ന് ബ്രൗൺ നിറാവുന്നത്ര അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പീച്ചിങ്ങിലാണെങ്കിൽ കുറച്ചേ വെള്ളം വച്ചിട്ടുള്ളൂ, പക്ഷേ അത് ഇങ്ങ് കൂടി പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിന് നല്ല മണം കിട്ടാൻ കുഞ്ഞുള്ളി തന്നെ വേണം. പിന്നെ സവോളയൊന്നും ഇട്ടാൽ വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കടുക് പൊട്ടിക്കുമ്പോൾ ഞാൻ കൂടുതൽ കുഞ്ഞുള്ളി എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം അങ്ങ് ബ്രൗൺ നിറായി കഴിഞ്ഞു. അതിനൊപ്പം ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടായിരുന്നു, മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു. പിന്നെ ആ വെന്ത പീച്ചിങ് ഇതിൽ തന്നെ ഇങ്ങ് ഇട്ടായിരുന്നു. വെള്ളം കുറച്ചാണ് വെച്ചത്, പക്ഷെ അത് ഇങ്ങ് കൂടി പോയായിരുന്നു. ഗായ്സ്, അപ്പോൾ ഇത് നമ്മുടെ കൊച്ചി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗായ്സ്. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, എന്നാലേ ഞങ്ങളുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. വീണ്ടും അടിപൊളി വീഡിയോ